കാണൂ നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. മോക്കിവിടെ ഒറ്റപ്പെടൽ തോന്നുന്നുണ്ടോ? വേണ്ട 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 അവിടെ നിന്നിരുന്നോ. ഇതിപ്പോ ആദ്യ ദിവസമായിട്ടുള്ള കുഴപ്പാ. ഇത്തിരി കഴിയുമ്പോൾ അങ്ങ് ശരിയാവും. ഏതായാലും മോക്കിവിടെ ഒന്നിനൊരു കുറവ് ഞാൻ വരുത്തിയല്ല. ജീവിതകാലം മുഴുവൻ മോക്കിവിടെ ഒന്നിനും ഒരു കുറവും ഞാൻ വരുത്തിയല്ല. ഇവിടെ വന്ന് മോളെ ആരും ഒന്നും ചെയ്യല. അല്ലെങ്കിൽ പിന്നെ നമ്പിടിയങ്ങളുടെ ശവത്തിൽ ചവിട്ടിട്ട് വേണം. ഇതെല്ലാം അവന്റെ കളിയാ മോളെ. ആ ആദിത്യന്റെ. അവനാ ഇപ്പൊ ചെന്ന് പോലീസിനെ ഇളക്കി വിട്ടത്. മോളോട് പ്രതികാരം ചെയ്യാൻ അവൻ ഇനി ഇതുപോലുള്ള പല നമ്പറുകളും കാണിക്കും. പക്ഷെ അതിനെല്ലാം ഈ നമ്പിടിയങ്കള് പുഷ്പം പോലെ അങ്ങ് തോപ്പിക്കും. മോക്ക് വേണ്ടി അങ്കിൾ എന്തും ചെയ്യും. ആ മോക്കറിയോ, ഈ ഹൈറേഞ്ചിലെ പല വായി നോക്കികളും എന്നെ വേദനിക്കുന്ന കോടീശ്വരെന്ന് പറഞ്ഞ് കളിയാക്കാറുണ്ട്. ഞാൻ പക്ഷെ അവരോട് പ്രതികരിക്കാറൊന്നും പോകാറില്ല. കാരണം എനിക്കറിയാം അവര് പറയുന്നതൊക്കെ സത്യമാണെന്ന്. ശരിക്കും ഞാനൊരു വേദനിക്കുന്ന കോടീശ്വരനാ. കോടികൾക്ക് നടുവിൽ ഉറക്കം വരാതെ ആർക്കു വേണ്ടി എന്തിനു വേണ്ടി ജീവിക്കുന്നു എന്നറിയാതെ പലപ്പോഴും ജീവിതം അവസാനിപ്പിച്ചാലോ എന്ന് പോലും ആലോചിച്ചിട്ടുണ്ട്. പിന്നെ ഓർക്കും എന്തെങ്കിലും ഒരു വസന്തം ഉണ്ടായാലോ എന്ന്. ഓരോ വളവിനും തിരിവിനും അക്കരെ ഒരു വസന്തം തേടി ഞാൻ എൻ്റെ ജീവിതം ഇവിടം വരെ എത്തിച്ചു. വസന്തം പോയിട്ടൊരു വാടാമലര് പോലും എന്റെ മനസ്സിന്റെ തോട്ടത്തിൽ വിടർന്നില്ല. അങ്കിള് നന്നായി സംസാരിക്കുന്നുണ്ടല്ലോ. സാഹിത്യം നന്നായിട്ട് വഴങ്ങുന്നു തോന്നുന്നു. സാഹിത്യം മാത്രമല്ല മോളെ, എനിക്ക് എന്തും വഴങ്ങും. ആ മോക്കറിയോ, 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ ഞങ്ങളുടെ ഹെഡ് മാസ്റ്റർ ഗോപാലപിള്ള സാറ് എന്നെ വിളിച്ചോണ്ടിരുന്ന എന്താണെന്ന്? സർവകലാ വല്ലഭൻ. എന്നാ ചെയ്യാം, ഒരു പണക്കാരനായി ജീവിച്ച് ഇങ്ങനെ ജീവിതം നശിപ്പിക്കാനാ എന്റെ വിധി. ആ പിന്നെ ഇയാള് ഞാനൊന്ന് കൊല്ലും. ഓ കമ്പിളി കണ്ടത്തെ ഓറഞ്ച് ഓട്ടത്തിന്നാ 1000 കിലോ ഓറഞ്ച് ഫിലാഡൽഫിയയിലേക്ക് കയറ്റി അയക്കുന്ന കാര്യത്തിനാ ഈ ഫിലാഡൽഫിയ എപ്പോ ഓർഡർ വന്നാലും പ്രശ്നങ്ങളാ. ഞാനൊന്ന് ഡീൽ ചെയ്യിച്ചു വരാവേ. ഹലോ, എന്തു വച്ചാ നിങ്ങൾക്ക് വേറെ ഒരു പണിയില്ലേ? ഈടോ കാര്യങ്ങളാകെ കുഴഞ്ഞു മറിഞ്ഞു കിടക്കുക. എന്നാ പറ്റി? കോടതിയിലേക്ക് കൊണ്ടുപോകുമ്പോ ആ ചെക്കൻ പോലീസുകാരുടെ കണ്ണു വെട്ടിച്ച് രക്ഷപ്പെട്ടുന്ന്. അപ്പൊ അവനെ കണ്ടു കിട്ടിയോ? അല്ല, അവനെപ്പോഴാ അകത്തായത്? തലസ്ഥാനത്ത് നിന്ന് IG ശശീന്ദ്രൻ സാറാ വിളിച്ചു പറഞ്ഞത്. നമ്മൾ സൂക്ഷിക്കണം. നമ്മളെ തേടി പോലീസ് ഇനിയും വരാൻ സാധ്യതയുണ്ട്. അതെന്നാത്തിനാ? എടോ, നമ്മുടെ മുകളിൽ സംശയം ഉണ്ടായതുകൊണ്ടല്ലേ പോലീസ് ഇവിടെ വന്ന് സെർച്ച് നടത്തിയത്. അപ്പൊ ഇപ്പൊ അവൻ മുങ്ങിയ സ്ഥിതിക്ക് അവരിവിടെ തന്നെ ഫോക്കസ് ചെയ്യാനാണ് സാധ്യത. പ്രത്യേകിച്ചും തന്നെ എന്റെ കൂടെ ഇവിടെ കാണാത്തപ്പോ തന്റെ ബംഗ്ലാവിലേക്ക് അന്വേഷിച്ചു വരാൻ സാധ്യതയുണ്ട്. അയ്യോ, താൻ നിലവിളിക്കൊന്നും വേണ്ട. ഒരു സാധ്യത ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ, സൂക്ഷിക്കാൻ വേണ്ടി. എല്ലാം തഞ്ചത്തിനും തായത്തിനും കൈകാര്യം ചെയ്യണം. പയ്യെ തിന്നാ പനയും തിന്നാം എന്നല്ലേ അച്ഛൻ പറയാൻ വന്നത്. അച്ഛൻ ഓരോന്ന് പറഞ്ഞ് മനുഷ്യന് മൂട് കളയാതെ പോ. ഇതെങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എന്നാ പിന്നെ ആയിക്കോട്ടെ. ആ പോയോർന്ന് അടിക്ക്. കർത്താവേ, ആ പൊട്ടനെ കൊണ്ട് നീ പോക്കൃത്തരം ഒന്നും കാണിപ്പിച്ചേക്കല്ലേ. അഥവാ അവൻ എന്നേതേലും കാണിച്ച അത് എന്റെ നേരെ വരാതെ കാത്തോളണേ. അമേ. ചേച്ചി, ചേച്ചി ഡോക്ടർ എന്തു പറഞ്ഞു? ഞാൻ പറഞ്ഞില്ലേ, പേടിക്കാനൊന്നുമില്ല.
2 ദിവസത്തിനകം ഡിസ്ചാർജ് ചെയ്യും. പിന്നെ എന്താ ഇതുവരെ കോൺഷ്യസ് ആവാത്തെ? അത് മെഡിസിന്റെ സെഡേഷൻ ആണെന്നാ പറഞ്ഞ്. മിക്കവാറും ഇന്ന് നൈറ്റ് തന്നെ നോർമലാവും. ഞാൻ മെഡിക്കൽ സൂപ്രണ്ടിനെ വിളിച്ച് കാര്യങ്ങളെല്ലാം അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. എന്താവശ്യം ഉണ്ടെങ്കിലും ആത്മജനെ വിളിച്ചാൽ മതി. ഞാൻ എന്റെ കാർഡ് തരാം. ദാ. ഇനിയിപ്പോ ഞാൻ നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ, കാലത്ത് വന്നാ പോരെ. ഈ ചെയ്തു തന്നെ ഉപകാരം. എന്തെങ്കിലും അത്യാവശ്യം വന്നാ ഞാൻ വിളിച്ചോളാം. നന്ദിയൊന്നും വേണ്ട, ഇത് എന്റെയും കൂടി കടമയല്ലേ. ചെമ്പകശ്ശേരിയിലെ ജയശങ്കിനി അമ്മ എനിക്കിപ്പോ അന്യല്ല. പോട്ടെ മോളെ, ഞാൻ നാളെ വരാം. പാവം, നല്ല സ്ത്രീ അവര്. അവനെ കൊല്ലാൻ ഇതുപോലെ ഇനിയൊരവസരം കിട്ടിയെന്ന് വരില്ല. ഒരു കാരണവശാലും അവനെ ജീവനോടെ ദത്തന്റെ കയ്യിൽ കിട്ടാൻ പാടില്ല. ഇപ്പൊ ഈ ബഹളത്തിനിടയിലാകുമ്പോ ആരും സംശയിക്കില്ല. നാളെ സൂര്യോദയം കാണാൻ അവൻ ഉണ്ടാവരുത്. അത് ഞാൻ ഏറ്റു. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇതിപ്പോ എന്റെയും കൂടെ ആവശ്യമാണ്. അറിയാം, അതുകൊണ്ടാ പറഞ്ഞത് ഇന്ന് തന്നെ കാര്യം നടക്കണമെന്ന്. ഇന്നാകുമ്പോ അവൻ എന്ത് സംഭവിച്ചാലും അത് ദത്തന്റെ മണ്ടയ്ക്ക് ആയിക്കോളും. ഇനി അങ്ങനെ ആയില്ലെങ്കിൽ നമ്മൾ അങ്ങനെ ആക്കും. തനിക്ക് ദത്തനോടുള്ള പ്രതികാരം എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷേ അതത്ര ചെറുതല്ല എന്ന് എനിക്കറിയാം.